പ്രണയവർണ്ണങ്ങൾ. രചന, അവതരണം മിത്രവിന്ദ. അഭി മുൻപിൽ നിൽക്കുന്ന കണ്ടതും ഗൗരിക്ക് താൻ എവിടെയെങ്കിലും വീണു പോകുമോ എന്ന് പോലും ഭയമായി. തൻ്റെ കൺമുമ്പിൽ കാണുന്നത് സത്യമാണോ എന്ന് പോലും അവൾ സംശയിച്ച നിമിഷമായിരുന്നത്. ദേ ഗൗരി, ഇവൻ കല്യാണത്തിന് നമ്മളെ പറ്റിച്ചു കളഞ്ഞു. പക്ഷേ ഇക്കുറി എല്ലാം തീർത്തിട്ട് വിടുവുള്ളൂ. ഹരി അവൻ്റെ തോളിൽ കൈയിട്ട് പിടിച്ചു. വാടാ, ഇരിക്ക്. നിന്റെ പുതിയ വിശേഷമൊക്കെ പറ. എങ്ങനെയുണ്ട് ജോലിയൊക്കെ? നിനക്ക് ആ നാടൊക്കെ ഇഷ്ടമായോ? നിന്റെ സഹപ്രവർത്തകരൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരുമായിട്ട് നീ കമ്പനിയായോ? ഹരി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. കുഴപ്പമില്ല, ഇങ്ങനെ പോന്നു, അഭി പറഞ്ഞു. ഗൗരി, താനെന്താ ഒന്നും മിണ്ടാത്തേ? ഹരി ചോദിക്കുകയാണ്. ഗൗരി പക്ഷേ മുഖം കുനിച്ചു നിന്നതേ ഉള്ളൂ. എടാ, നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ജ്യൂസ് എന്തെങ്കിലും വേണോ? എന്തായാലും കുഴപ്പമില്ല, നിന്റെ ഇഷ്ടം, അഭി പറഞ്ഞു. ഹരി ഫോണെടുത്ത് എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഹരിയും അഭിയും കൂടി അവിടെ കിടന്ന കസേരകളിലിരുന്നു. ഹരി എന്താണ് പറയാൻ പോകുന്നത് എന്നറിയാതിരിക്കുകയാണ് ഗൗരി അഭിയും. പൊതുവായിട്ടുള്ള കുറച്ച് സ്നേഹ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ രണ്ടാളും. ഗൗരി, താൻ ഇവിടെ വന്നിരിക്കുക, ഹരി പറഞ്ഞുവെങ്കിലും അവൾ അവിടെ നിന്നു. ശരി ശരി, നീ ആകെ മടുത്തു വന്നതല്ലേ, ഇനി വെച്ച് താമസിപ്പിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം. എടാ കേശു, നിനക്ക് എത്ര നാളായിട്ട് ഗൗരി അറിയാം? ഹരി പെട്ടെന്ന് ചോദിച്ചു. അത് പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞാൽ. ഓക്കെ, നിനക്ക് കറക്റ്റായിട്ട് അറിയില്ലെങ്കിൽ പോട്ടെ, ഞാൻ തന്നെ പറയാം. 5 വർഷം. അതായത് നമ്മൾ രണ്ടാളും കണ്ടുമുട്ടി 1 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ നിന്നോട് ഗൗരിയെക്കുറിച്ച് പറഞ്ഞത്. അന്നു മുതൽ നിനക്കറിയില്ലേ? അറിയാം, അഭി പറഞ്ഞപ്പോൾ ഗൗരി ഞെട്ടിപ്പോയി. അഭിയേട്ടനും ഹരിക്കും തന്നെ 5 വർഷമായിട്ട് അറിയാമെന്നോ? അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് ഹരിയെ നോക്കി. എന്താ ഗൗരി, തനിക്ക് വിശ്വാസം വരുന്നില്ലേ? ഹരി നോക്കിയപ്പോൾ അവൾ ഇല്ലെന്ന് തല ചലിപ്പിച്ചു. അവൻ അഭിയെ നോക്കി ചിരിച്ചു. എന്നിട്ട് അവൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഗൗരിയുടെ അടുത്തേക്ക് വന്നു. ഈ ഫോട്ടോയാണ് ഞാൻ അവൻ ആദ്യമായി കാണിച്ചു കൊടുത്തത്. ഗൗരി നോക്കിയപ്പോൾ തൻ്റെ ഒരു ഫോട്ടോ. കുറേ നാളുകൾക്ക് മുൻപ് താൻ അമ്പലത്തിൽ ഉത്സവത്തിന് താലം എടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു. താൻ ആദ്യമായിട്ട് ധാവണി ഉടുത്തത് അന്നായിരുന്നുവെന്ന് അവൾ ഓർത്തു. പിന്നെയും അവൻ 1-2 ഫോട്ടോസ് കാണിച്ചു. അതൊന്നും തനിക്ക് പക്ഷേ ഓർമ്മ വരുന്നില്ല. എല്ലാം ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു വരുന്ന വഴിയിൽ വെച്ച് എടുത്ത ഫോട്ടോസാണ്. ഗൗരി, ഈ പിങ്ക് ചുരിദാർ ഇട്ടുകൊണ്ടാണ് താൻ ആദ്യമായിട്ട് കോളേജിൽ പോയത്. ഹരി പറഞ്ഞപ്പോൾ അവളുടെ ഓർമ്മകൾ ഒരുപാട് പിറകിലേക്ക് സഞ്ചരിച്ചു. ആ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ക്ലിക്ക്, നോക്കിക്കേ. അവൻ അടുത്ത ഫോട്ടോ കാണിച്ചു. നോക്കിയപ്പോൾ അവൾ ഒരു മജന്ത നിറമുള്ള പട്ടുപാവാടയും കരിനീല ബ്ലൗസും ഇട്ടുകൊണ്ട് നടന്നു വരുന്നതാണ്. ഇത് താൻ കോളേജിൽ ചെന്നിട്ടുള്ള ആദ്യത്തെ ഓണം സെലിബ്രേഷൻ. ഇനിയുമുണ്ട് ഒരുപാട്, അതൊക്കെ പിന്നെ കാണിക്കാം. ഈ ഫോട്ടോസൊക്കെ ഞാൻ വിശ്വസിച്ച് കാണിച്ചു കൊടുത്ത എൻ്റെ ഒരേയൊരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലല്ല, എൻ്റെ പിറക്കാതെ പോയ കൂടെ പിറപ്പ്, അല്ലേടാ? അഭിയെ നോക്കി ചിരിച്ചുകൊണ്ട് ഹരി പറഞ്ഞു. അഭിയും ഒരു വിളറിയ ചിരി ചിരിച്ചു. എടോ ഗൗരി, വളച്ചൊടിക്കാതെ കാര്യം പറയാം. എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഒരുപാട് ഇഷ്ടം. അതെ, എനിക്കാദ്യമായിട്ട് ഒരു പെൺകുട്ടിയോട് തോന്നിയ പ്രണയം അത് തന്നോടായിരുന്നു, തന്നോട് മാത്രം. അന്നും ഇന്നും എന്നും. താനൊന്ന് +2 പഠിക്കുന്ന സമയം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പ്രണയം തന്നോട് പറയാൻ മടി കാണിച്ചത്. കാരണം +2 പഠിക്കുന്ന ഒരു കുട്ടിയോട് ഇതെല്ലാം പറഞ്ഞാൽ തന്നെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുമെന്ന് എനിക്ക് ഭയമായിരുന്നു. പിന്നെ തൻ്റെ പഠനത്തെ ബാധിക്കുമോ എന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ട് ഞാൻ തൻ്റെ +2 എക്സാം കഴിയാൻ വെയിറ്റ് ചെയ്തു. എക്സാം കഴിയുന്ന ദിവസം പക്ഷേ ഞാൻ തന്നെ നോക്കി ബസ് സ്റ്റോപ്പിൽ നിന്നതാണ്. അന്നെൻ്റെ മുത്തശ്ശി മരിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് തന്നോട് പറയാനും സാധിച്ചില്ല.
പിന്നീട് ഞാൻ ഒരുപാട് തവണ തന്നെ കാത്തു വന്നു, പക്ഷെ കാണാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ പഠിക്കാൻ പോയി. അവിടെ വെച്ച് പരിചയപ്പെട്ടതാണ് അബിയെ. ഞങ്ങൾ പെട്ടെന്ന് ഒറ്റ ചെങ്ങാതിമാരായി. ഇവനോട് ഞാൻ തന്നെക്കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞു. എൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു ഇവൻ, അല്ലേടാ? ഹരി നോക്കിയപ്പോൾ അബി തലകുലുക്കി അതേ എന്ന് കാണിച്ചു. അമ്പലത്തിൽ വെച്ചും ബസ് സ്റ്റോപ്പിൽ വെച്ചുമൊക്കെ ഞാൻ തന്നെ പിന്നീട് കണ്ടിരുന്നു. പക്ഷേ അന്നൊക്കെ തൻ്റെ ഒപ്പം ആരെങ്കിലും കാണും. അതുകൊണ്ടാണ് ഞാനിത് നീട്ടി നീട്ടി ഇത്രയുമാക്കി കുളവാക്കി കളഞ്ഞത്. കഴിഞ്ഞ തവണ ഉത്സവത്തിന് തന്നോട് ഒരു കുട്ടി വന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഒരു ചേട്ടന് ചേച്ചി ഇഷ്ടമാണെന്ന്. ഹരി ചോദിച്ചപ്പോൾ ഗൗരി ഓർത്തു. ശരിയാ, കഴിഞ്ഞ വർഷം അമ്പലത്തിൽ ഉത്സവത്തിന് താനും ചേച്ചിയും കൂടി ആനക്കൊട്ടിൽ നിൽക്കുകയായിരുന്നു. ഏകദേശം 10 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചു പയ്യൻ വന്നിട്ട് തന്നോട് പറഞ്ഞു, ആ ചേട്ടന് ചേച്ചി ഇഷ്ടമാണ്, വീട്ടിൽ വന്ന് കല്യാണം ആലോചിക്കട്ടെ എന്ന്. അന്ന് താനും ചേച്ചിയും കൂടി അവൻ ചൂണ്ടിയ ഭാഗത്ത് നോക്കിയപ്പോൾ കുറച്ച് പ്രായമുള്ള ആളുകളെയാണ് കണ്ടത്. അത് ഹരിയായിരുന്നോ? അവളുടെ മനസ്സിൽ ആരോ ചോദിച്ചുകൊണ്ടിരുന്നു. അന്നവനെ ഞാൻ പറഞ്ഞു വിട്ടു. അപ്പോഴേക്കും തിടമ്പ് പിടിച്ച് ആനപ്പുറത്തിരിക്കാനായി എന്നെ ക്ഷേത്ര കമ്മിറ്റിയിലുള്ള ശേഖരേട്ടൻ വന്ന് വിളിച്ചുകൊണ്ട് പോയി. അവൻ പറഞ്ഞു നിർത്തി. ശരിയാണ്, താൻ ഓർക്കുന്നുണ്ട്. അന്ന് ഹരിയായിരുന്നു ആനപ്പുറത്തിരുന്നത്. ഹരി പറഞ്ഞു കേട്ടുകൊണ്ട് ഗൗരി തറഞ്ഞു നിൽക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാതെ വയ്യ. അല്ലെങ്കിൽ വേണ്ട, അത് കാണിക്കാം. ഹരി അവൻ്റെ ബാഗ് തുറന്നു. അതിൽ നിന്നും ഒരു ഡെപ്പി എടുത്തു. ഇതെന്താണെന്നറിയാമോ? അവൻ അത് കൊണ്ടുവന്ന് ഗൗരിക്ക് കൊടുത്തു. തുറന്നു നോക്ക്, അവൻ പറഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ ആ ഡെപ്പി തുറന്നു. നിറം മങ്ങിയ ഒരു മുത്തുമാല. അവൾക്കത് കണ്ടിട്ട് ഒന്നും മനസ്സിലായില്ല. ഇതെന്താണ് എന്ന അർത്ഥത്തിൽ അവൾ ഹരിയെ നോക്കി. മനസ്സിലായില്ലല്ലേ? ഇല്ല. അവൾ ചുമൽ കൂപ്പി. തന്നെ ഈ കൈകളിൽ കോരിയെടുത്ത് ഓടുമ്പോൾ കിട്ടിയ സമ്മാനാണ്, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി അവനെ ഉറ്റുനോക്കി. ഇപ്പോഴും എൻ്റെ ഗൗരിക്കുട്ടിക്ക് നോ ഐഡിയ അല്ലേ? അവൻ വീണ്ടും ചിരിച്ചു. എടാ, നിനക്കെന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അവൻ അബിയുടെ നേർക്ക് തിരിഞ്ഞു. കാര്യം മനസ്സിലായെങ്കിലും അവനും ഇല്ലെന്ന് മറുപടി കൊടുത്തു. ഓക്കെ, എങ്കിൽ ഞാൻ പറയാം. അവൻ ആ മാല അവളുടെ കയ്യിൽ നിന്നും മേടിച്ചു. എടോ ഗൗരി, താൻ +2 പഠിക്കുമ്പോൾ ഒരു വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലായത് ഓർമ്മയുണ്ടോ? ഉണ്ട്, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അന്ന് തന്നെ ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയത് ആരാണെന്നറിയാമോ? ഇല്ല. അവൾ ആകാംക്ഷയോടെ അവനെ നോക്കി. ഞാനാണത്. അന്ന് എൻ്റെ വണ്ടിയിൽ ഈ കൈകളിൽ എടുത്തുകൊണ്ട് ഞാനാണ് ഓടിയത്. അന്ന് അനുഭവിച്ച ടെൻഷൻ ഓർക്കാൻ കൂടെ വയ്യ, അവൻ പറഞ്ഞു നിർത്തി. അന്ന് തന്നെ കൈ ഒടിഞ്ഞ് ഓപ്പറേഷന് കയറ്റുമ്പോൾ നേഴ്സ് തന്നതാണ് ഈ മുത്തുമാല. അപ്പോൾ തന്നെ അച്ഛനും അമ്മയുമൊക്കെ എത്തുന്നതേ ഉള്ളായിരുന്നു. എൻ്റെ ആൻറ്റിയായിരുന്നു അവിടുത്തെ ഡോക്ടർ. ആ പരിചയത്തിലാണ് തന്നെ എമർജൻസി ആയിട്ട് സർജറി ചെയ്യാൻ കയറ്റിയത്. അന്നു മുതൽ ഞാൻ എനിക്ക് കിട്ടിയ ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നതാണിത്. എൻ്റെ മരണം വരെയും കൂടെ ഉണ്ടാവും. അവൻ ആ നിറം മങ്ങിയ മുത്തുമാല ഡെപ്പിയിലിട്ട് ബാഗിലേക്ക് കൊണ്ടുപോയി. അവൾ ഹരി ചാർത്തിയ തൻ്റെ താലിമാലയിലേക്ക് നോക്കി. പൊട്ടിച്ചെറിഞ്ഞ് ക്ലോസറ്റിൽ കൊണ്ടുപോയി കളയും ഞാൻ. അവൾക്ക് താൻ പറഞ്ഞത് ഓർമ്മ വന്നു. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നു. പക്ഷേ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം പൊന്തി വന്നു. അവൾ ഹരിയെ നോക്കി. ഹരി, അവൾ മെല്ലെ വിളിച്ചു. അവൻ എന്താണെന്നറിയാൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ഹരി, ഹരി പിന്നെ എന്തിനാണ് എന്നോടൊന്ന് അങ്ങനെ പെരുമാറിയത്? എന്നെ ഇഷ്ടമാണെന്ന് എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിനു പകരം ഹരി എന്നെ... ഗൗരിയുടെ വാക്കുകൾ മുറിഞ്ഞു. ശബ്ദം വിറകൊണ്ടു.
പറയാം ഗൗരി, എല്ലാം പറയാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. അവൻ അബിയുടെ അടുത്തേക്ക് ചെന്നു. അവൻ്റെ കോളറിനെ പിടിച്ച് പൊക്കി. കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു. ഡാ, നീ എന്താ ചെയ്തത്? അബി ദേഷ്യം കൊണ്ട് തിരികെ ഹരിയുടെ കോളറ് കയറി പിടിച്ചു. പറയാം, നിന്നോട് പറയാം. നിനക്കറിയാമോ, ഈ നിൽക്കുന്ന ഗൗരിയില്ലേ, എൻ്റെ ഭാര്യ. ഇവൾ എനിക്കിട്ട് തന്നു ഇതുപോലൊരെണ്ണം. അന്ന് ഞാൻ തീരുമാനിച്ചു നിനക്കിട്ട് തിരിച്ചൊരെണ്ണം തരുന്നത് ഇവിടെ മുന്നിൽ വെച്ചാകണമെന്ന്. എന്തിനാണെന്നറിയാമോ? നിന്റെ അപാര ബുദ്ധി. ഹരി പറഞ്ഞു നിർത്തി. എന്നിട്ട് ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു. എൻ്റെ ഗൗരി, തനിക്കൊരു കാര്യം അറിയണോ? ഒരു ദിവസം ഈ നിൽക്കുന്നവൻ എന്നോട് പറഞ്ഞു അവൻ്റെ കസിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൗരിയെന്ന്. അവനത് മനസ്സിലാക്കിയത് ആ പെൺകുട്ടിയും താനും കൂടി നിൽക്കുന്ന ഒരു സെൽഫി അവൾ വാട്സപ്പിൽ ഇട്ടപ്പോഴാണ്. ഞാൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മീൻസ് തേടിയ പള്ളി കാല് ചുറ്റിയ അവസ്ഥ. ഞാൻ ഇവനോട് അപ്പോൾ ഒരു സഹായം ചോദിച്ചു. ആ പെൺകുട്ടിയോട് ഒന്ന് പറയാമോ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. ഇവനും സമ്മതിച്ചു. അങ്ങനെയാണ് ഇവൻ കസിൻ്റെ വീട്ടിലേക്ക് വന്നത്. അവിടെ വന്നപ്പോഴാണ് ഇവൻ പറയുന്നത് ഗൗരിയെ കാണാൻ പറ്റിയില്ല, താൻ എവിടെയോ പോയിന്ന്. ഹരി പറഞ്ഞപ്പോൾ ഗൗരി അബിയെ നോക്കി. കള്ളത്തരം ഓരോന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവനറിയാം. എല്ലാം കൈവിട്ട് പോകുകയാണ്. എന്നാണ് അബിയേട്ടൻ വന്നത്? ഗൗരി ചോദിച്ചു. 2 മാസം മുമ്പ്. അന്ന് താൻ ചേച്ചിയുടെ വീട്ടിൽ നിന്നല്ലേ കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്? ഹരി ചോദിച്ചു. അവൾക്ക് മനസ്സിലായി അബിയാണ് ഈ കള്ളത്തരങ്ങളെല്ലാം അവനോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന്. തുടരും.